ഹലോ ചേട്ടാ, ചേട്ടാ ഒന്ന് വേഗം വാ ചേട്ടാ. ഞാൻ ദേ ഇവിടെ തമ്പിനകത്തുണ്ട്. ഇവിടെ ഇപ്പൊ ആരുമല്ലോ, ഒന്ന് കേറി വാ ചേട്ടാ. വേഗം വാ. ആ ശരി, ഓക്കെ. ചേട്ടാ. ശാന്തി, ഓ, ഈ തമ്പിൽ നിന്നും എന്നെ പുകച്ച് പുറത്താക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും കൂടി ചെയ്യുന്നത്. ചേട്ടനെ പുറത്താക്കാൻ പോവാണോ? അതെ ശാന്തി. അയ്യോ, അപ്പൊ എന്റെ ഫോൺ ആരാ റീചാർജ് ചെയ്യുന്നേ? നിനക്കതാണ് വലിയ കാര്യം. എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്ന പറഞ്ഞത്. നമ്മൾ കല്യാണം കഴിക്കണം. ചേട്ടാ, ഈ ചായക്കട പോയി ഉണ്ടമ്പരി കഴിക്കണമെന്ന് പറയുന്ന പോലാണോ ഈ കല്യാണം കഴിക്കുന്നത്? ഈ പിന്നെ ഈ തമ്പിലെ കല്ലിലും പുല്ലിലും എല്ലാം അറിയാം നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന്. അവരോട് ഒരു വാക്ക് പറയാതെ നമ്മൾ എങ്ങനെ കല്യാണം കഴിക്കുന്നേ? ഈ കല്ലിനും പുല്ലിനോടോ? അല്ലെന്ന്, ഈ തമ്പിലുള്ള എല്ലാരോടും ഒരു വാക്ക് ചോദിക്കണ്ടേ? അതല്ലേ എന്റെ ഒരു മര്യാദ. അയ്യോ, ശാന്തി പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? നമുക്ക് ഒളിച്ചോടിപ്പാം. വൈദ്യുതി എത്തിച്ചതും കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞു, അങ്ങനെ ഏതാണ്ട് ഉണ്ട്. അത് പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ എന്റെ കാര്യങ്ങൾ നടന്നു. ചേട്ടാ, പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മള് കല്യാണം കഴിച്ചു പോകുമ്പോ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ. ഉണ്ടാവും. ആദ്യത്തെ കുഞ്ഞിന്റെ ചേട്ടന്റെ അച്ഛന്റെ പേരിടണം. അത് ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ. എന്തേട്ടാ? പേര് ഏതൊക്കെയാന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛന്റെ പേരിടാം ആദ്യത്തെ കുട്ടിക്ക്. ചേട്ടാ, ഇത്രയും നാള് ചേട്ടനോട് മറച്ചു വെച്ച ഒരു രഹസ്യമുണ്ട്. എന്താ ശാന്തി, പറയൂ. ചേട്ടാ, ഞാനൊരു ഓർഫനാണ് ചേട്ടാ. എന്താ ശാന്തി, എന്നിട്ട് നീ ഇതുവരെ ഒരു ചികിത്സയും ചെയ്തില്ലേ? മെഡിക്കൽ കോളേജ് അടുത്തായിരുന്നല്ലോ, നമുക്ക് പോകാമായിരുന്നല്ലോ. ഒരു ഓപ്പറേഷൻ ചെയ്താൽ മാറുമെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം. എന്തോ നീ പറഞ്ഞു വരുന്നതൊക്കെ? ഈ കോട്ടും ഈ കൊമ്മമീശയും ഉള്ളല്ലേ, വിദ്യാഭ്യാസം ഇല്ലല്ലേ? 10ാം ക്ലാസ് വരെ പോയായിരുന്നു. അയ്യോ, 8ാം ക്ലാസ് വരെ പോയി. മോഡറേഷൻ. എന്റെ പൊന്നു ചേട്ടാ, ഓർഫൺ എന്ന് വെച്ചാൽ ഞാനൊരു അനാഥയാണെന്ന്. ഞാനൊരു അനാഥയാണ് ചേട്ടാ. എന്താ ചേട്ടാ? അല്ല, നിന്നെ ഒന്ന് കെട്ടിപ്പുണർന്ന് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. വേണ്ട, പുറ എത്തുമ്പോ പാട വെട്ടുന്ന ചേട്ടന്റെ സ്ഥിര ശീലമാ മാറ്. ചേട്ടാ, കല്യാണം കഴിഞ്ഞ് പട്ടിണിയാണേലും പരിവട്ടമാണേലും ഞാൻ എന്റെ ചേട്ടൻ്റെ കൂടെ സമാധാനത്തോടെ ജീവിക്കും ചേട്ടാ. എനിക്കത് മതി ശാന്തി, എനിക്കത് മതി. അല്ല, നമ്മൾ എങ്ങനാ പോന്നേ? നമുക്ക് ബസ്സിൽ പോകാം. പിന്നെ ബസ്സിനകത്ത് തൂങ്ങി പിടിച്ച പാടൊന്നും എന്നെ കിട്ടത്തില്ല. ടാക്സി വിളിക്കേട്ടാ. ടാക്സി എങ്കിൽ ടാക്സി. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഹണിമൂൺ എവിടെ വെച്ച് വേണം? എന്റെ ആഗ്രഹം ചിറാപ്പൂഞ്ചി വെച്ച് വേണമെന്നാ. ജീവിതം അങ്ങനെ ആകാതിരുന്നാ മതിയായിരുന്നു. ചിറാപ്പൂഞ്ചി. ചേട്ടാ, ഈ തമ്പിൽ ഇത്രയും സുന്ദരികളായ സ്ത്രീകൾ ഉണ്ടായിട്ടും ചേട്ടൻ എന്താ എന്നെ മാത്രം സ്നേഹിച്ചത്? അത് ഈ അഴകിലും സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല എന്റെ ശാന്തി. എന്തേട്ടാ? ഈ അഴകുള്ള ചക്കയിൽ ചുളയില്ല സോദരി എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എനിക്കറിയാം. എന്തായാലും നമുക്ക് ഇവർക്കൊരു പണി കൊടുക്കണം. ഒരു പണി കൊടുത്തേ പറ്റും. ഒരു കാര്യം ചെയ്യാം, നമ്മൾ കല്യാണം കഴിച്ച് പോകല്ലേ, എന്തായാലും അതാണ് ഏറ്റവും വലിയ പണി. ഡിസ്കോ കളിക്കുന്ന നീയും സിംഹത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഞാനും ഇവിടുന്ന് പോയാൽ ഇവർക്കൊരു പണി കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പോകാം. ഇവരെങ്ങനെ ഈ ഇത് നടത്തണമെന്ന് നമുക്കൊന്ന് കാണണം. പാട്ട് കളിക്കാം. ഇവിടെ കളിക്കാൻ. ഇനി പെർഫോം ചെയ്യാൻ പോകുന്ന ആള് നമ്മൾ ഒരേ കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് സാധനങ്ങളൊക്കെ മാജിക്കിന്റെ പ്രോപ്പർട്ടീസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും മാജിക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഫുൾ ടൈം മാജിക്. അപ്പൊ കലേഷേട്ടനെ പോലെ തന്നെയാണല്ലോ. അതെ. അല്ല, ഞാനിപ്പോ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിനെ പറ്റി പോലും ചിന്തിക്കുന്നില്ലേ. ഇതൊരു കുതിരയുടെ കണ്ണ് കെട്ടി വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? മുന്നോട്ട് മാത്രമേ പോകുള്ളൂ. കണ്ണ് കെട്ടി കഴിഞ്ഞാൽ ബാക്കി ഒന്നും കാണാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ണ് കെട്ടിയ മജീഷ്യനാണ്. ഫോക്കസ് മാജിക് മാത്രം. അപ്പോൾ ഇപ്പം കല്യാണം കഴിക്കണം എന്ന് വീട്ടുകാർ പറഞ്ഞിട്ട് കൂടി ഇല്ല, മാജിക്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് കല്യാണം പോലും ഒഴിവാക്കിക്കൊണ്ട് മാജിക്കിന് വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹാരിസ് താഹ. അങ്ങനെയുള്ള ഒരു മജീഷ്യനാണ് അടുത്തതായി വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത്. സ്വാഗതം ഹാരിസ് താഹ. ഇനിയുള്ളൊരു മാജിക് എന്ന് പറയുന്നത് ഒരല്പം അപകടം പിടിച്ചതാണ്. ഈ അപകടം പിടിച്ച മാജിക്കിനെ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളിനെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. പേടിക്കണ്ട, എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഉല്ലാസേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ. നമസ്കാരം. നമസ്കാരം. മാജിക്കിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് എന്തോരം മാജിക്കാണ് കാണുന്നത്. ഇനി പങ്കെടുക്കേണ്ടി വരുമോ?
അറിയത്തില്ല, അത് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന്റെ വിജയം പോലെ ഇരിക്കും. എന്തായാലും ആ വിജയം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. ഒരു കുഞ്ഞു മാജിക്കാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ 9 വാളുകൾ ചേട്ടൻ്റെ തലയിലേക്ക് കുത്തിയിറക്കാൻ പോവാം. എൻ്റെ തലയിൽ അതെ. ഒരു അപേക്ഷയുണ്ട്. എന്താണ്? 10-12 വർഷത്തിന് ശേഷം ഞാൻ താടി വളർത്താൻ ആഗ്രഹിച്ച് ചെറുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. അതെ. തല പോയാലും താടിക്കൊന്നും പറ്റരുത്. ദീക്ഷ. ഇത് യേശുദാസിന്റെ താടി അല്ലല്ലോ. അല്ലല്ല, ഇതെൻ്റെ സ്വന്തം താടിയാണ്. ഓക്കെ. അപ്പോൾ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നിങ്ങൾ ആരും ഈ മാജിക് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ. ഞാൻ പറഞ്ഞ ഒരു കർച്ചീഫാണ്, ഇതിനൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ്. അല്ല, എന്നെ നേരത്തെ പരിചയമുണ്ടോ? ഉണ്ട്. പിന്നെ ഇത്ര വൈരാഗ്യം വരാൻ എന്താ കാരണം? പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അതാണ്, എൻ്റെ പരിപാടി കണ്ടിട്ടുള്ള ആളാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാച്ച് കെയർഫുള്ളി. ഓർക്കസ്ട്ര മ്യൂസിക് പ്ലീസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. ഇത്രയും പറഞ്ഞത് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. കണ്ണ് കെട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ കണ്ണ് കെട്ടിയത് ഒരു സേഫ്റ്റിയാണ്. കാരണം വളരെ അടുത്ത സമയത്ത് ഇതേ ജാലവിദ്യ ചെയ്തുകൊണ്ട് ഒരു മാന്ത്രികൻ അവതരിപ്പിക്കുമ്പോൾ ഒരാളുടെ കണ്ണിന് പരുക്ക് പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഒരു സേഫ്റ്റിക്കാണ് ഞാൻ ഉല്ലാസേട്ടൻ്റെ കണ്ണ് കെട്ടിയത്. ഉല്ലാസേട്ടൻ വിയർക്കുന്നുണ്ടോ? വീർക്കുന്നില്ല, വിയർക്കുന്നുണ്ട്. ഓക്കെ. മൂന്ന് പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേദിയിലേക്ക് കടന്നു വരാം. നമസ്കാരം. മാജിക്കിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഇല്ല. ആദ്യമായി പങ്കെടുക്കുകയാണ്. അതെ. അദ്ദേഹത്തെ പരിചയമുണ്ടോ? ടിവിയിൽ കണ്ടു ടിവിയിൽ പരിചയം. ഇനി ഫോട്ടോയിൽ കാണാം നമുക്ക്. അയ്യോ അയ്യോ. വേറൊന്നുമില്ല, 9 വാളുകൾ. ഇഷ്ടപ്പെട്ട ഒരു വാൾ ചൂസ് ചെയ്യുക. കൊലപാതക പ്രേരണ കുറ്റം. എന്തായാലും ഒറ്റയ്ക്കകത്ത് പോകാൻ വയ്യ. Then next. Next. പറയണ്ട, എടുത്തു തരിക. ഓക്കെ. ഇനി അവിടെ 2 പേരോട് ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ഒരാൾ കൂടി വരാം പ്ലീസ്. കം ഓൺ. ഇനിയുള്ള 2 വാളുകൾ ഒരെണ്ണം എടുക്കാം. എവിടെയാ സ്ഥലം? ആലുവ. അല്ല, ഊരി എടുക്കുന്ന ഒരു സ്റ്റൈൽ കണ്ട് ചോദിച്ചതാണ്. Then next. കലശേട്ടാ പ്ലീസ്.
നാളെ ജിമ്മാണ്, ഒറ്റ പ്രാവശ്യമേ കുനിയത്തുള്ളൂ. അതെ. ഉല്ലാസേട്ടൻ്റെ തൊലിക്ക് നല്ല കട്ടി കേട്ടോ. ഏ? ഉല്ലാസേട്ടൻ്റെ തൊലിക്ക് നല്ല കട്ടി. തൊലിക്കാണോ തലയ്ക്കാണോ? രണ്ടും. ഉല്ലാസേട്ടൻ come on. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയത്. സത്യം. പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത്ര ധൈര്യമായിട്ട് നിന്നത്. പക്ഷെ പറഞ്ഞെങ്കിലും എനിക്കത്ര ഗ്യാരണ്ടി ഇല്ലായിരുന്നു. അതെ. ഹാരിസ് താഹ ഈ അടുത്തൊരു അവാർഡ് ഒക്കെ കിട്ടിയിരുന്നു, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ എന്നുള്ള അവാർഡ്. അതിനു വേണ്ടിയിട്ട് ഗിന്നസ് റെക്കോർഡ് പ്രോസസ്സിങ്ങിലാണ്. ഇപ്പൊ കിട്ടിയ റെക്കോർഡ് ഏതാണ്? ഇപ്പോൾ URF-ന്റെ റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ദ ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ദ വേൾഡ് എന്നൊരു റെക്കോർഡാണ് കിട്ടിയത്. ഗിന്നസിന്റെ പ്രോസസ്സിംഗ് ആണ്. താങ്ക് യു. ജ്യോതി പറയൂ. ജ്യോതി പറയും. സത്യം പറ, എന്തോ ഒരു കള്ളത്തരം ഒപ്പിച്ചിട്ടില്ലേ? ഉണ്ട്, ഞാൻ കണ്ടു. ഈ കള്ളത്തരം ഒപ്പിക്കുന്നത് ആരും അറിയാതെ ചെയ്യുമ്പോഴാണ് അതിന് മാജിക് എന്ന് പറയുന്നത്. ഓ, ആരാ ഞാൻ നമ്മളാരാ? അത് ഏ? മറ്റേ ജോലി ഏത് ഏത് ജോലി? ഞാൻ സിംഹത്തിന്റെ ഏത്? സിംഹത്തിന്റെ ജോലി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അത് ഞാൻ ചെയ്തേ. സിംഹത്തിന്റെ ജോലി സിംഹം ചെയ്യണ്ട. അല്ല, ഞാൻ അതിന്റെ ആളായിരുന്നല്ലോ. അല്ല ആ ജോലി ആളെ വെച്ചത്. എന്തൊക്കെ അഹങ്കാരമായിരുന്നു ഇവിടെ കാണിച്ചു. അല്ല, അതിനെന്നെ ഞങ്ങള് തിരിച്ചെടുക്കാൻ നോക്കാം, ഞങ്ങള് NOKKAM, നമ്മൾ ദുഃഖിക്കും. ഇല്ല, എന്നെ തിരിച്ചെടുത്താൽ മതി. സിംഹത്തിന്റെ ഈ അങ്ങനെ പറയുന്നത് ഞാൻ മാപ്പി ചോദിക്കാൻ വേണമെങ്കിൽ. നിങ്ങൾ അനുഭവിക്കും. ആ. ആരാ ദുഃഖിക്കാൻ ശവത്തിൽ പോണെന്ന് കാണാം. ശവത്തിൽ കുത്തല്ലേ? അല്ല, ഇടയ്ക്കല്ല അങ്ങനെ കുത്താൻ അവസരം അതെ, കിട്ടുള്ളൂ. എന്നെ കുത്തിക്കോ, കുഴപ്പമില്ല. എനിക്ക് സിംഹത്തിൽ- ജോലി തിരിച്ചെടുത്താൽ മതി. സിംഹത്തിനെക്കാളും ദേഷ്യമുള്ള ആളല്ലേ? അതങ്ങനെ പറ്റിപ്പോയതാണ്. സിംഹത്തിന്റെ വായടപ്പിക്കാൻ പറ്റാത്ത ആളല്ലേ? അല്ല, എന്നെ എങ്ങനെയെങ്കിലും ജോലിക്ക് എന്നെ രക്ഷിക്കണം. എന്നെ ജോലിക്ക് എടുത്തേ പറ്റൂ. എന്തൊരു ശാന്തൻ. നോക്ക്, മുഖത്തേക്ക് നോക്ക്. ഓ, എന്തൊരു ശാന്തൻ. അത് ഇവിടുന്ന് നല്ല പോയ ഞാൻ ആളല്ലല്ലോ ഇത്. ആ സിംഹത്തിന്റെ സൗണ്ട് ഒന്ന് പോയ ആളെ അല്ല, ഞാൻ മാറിയാ വന്നത്. ഞാൻ ഒരു സിംഹത്തിന്റെ ബഹളവുമില്ല. സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഫിലിപ്സിന്റെ റേഡിയോ അത് അല്ല. അന്നത്തെ ഒരു ശൗര്യം കൊണ്ട് പറഞ്ഞു മതി. ഇനി ശൗര്യം ഉണ്ടാവത്തില്ല എനിക്ക്. എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഇല്ല, ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യണം. അല്ല, നല്ലതല്ലേ? ശമ്പളം അത് അങ്ങോട്ട് അതൊക്കെ അയക്കാം. ശമ്പളം കിട്ടില്ലേ? സിംഹത്തിന്റെ വായടപ്പിക്കാൻ പറ്റില്ല. ആട്ടെ, ഇപ്പൊ വരാനുള്ള കാരണം എന്താ? അത് മറ്റൊന്നുമല്ല, സിംഹത്തിന്റെ കൂട്ടിൽ വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം, സിംഹത്തിന്റെ വാ വേണമെങ്കിൽ പൂട്ടാം. പക്ഷെ ഇവിടുന്ന് കൊണ്ട് ഒരു ചരക്കുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ വയ്യ. എന്നെ രക്ഷിച്ചേ പറ്റൂ, തിരിച്ചെടുത്തേ പറ്റൂ. ചേട്ടാ, അയ്യോ, എന്നെ ആ സിംഹത്തിന്റെ കൂട്ടിൽ കൊണ്ട് അടക്കി. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇല്ലില്ല, ഞാൻ ഇവിടുന്ന് പോവില്ല.
എന്തായിരുന്നു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ? എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗൺ. അതെ. ഇപ്പൊ എന്തായി? ഞങ്ങൾ പവന- അനുഭവിക്കും. ഇപ്പൊ എന്തായാലും കല്യാണം കഴിച്ചതോടുകൂടി ആ കാര്യത്തിൽ തീരുമാനമായി, പവനായി. ശവമായി. അതെ, നമ്മുടെ എപ്പിസോഡ് തീരുന്ന സമയത്ത് ഒരു ചടങ്ങുണ്ടല്ലോ. തീർച്ചയായിട്ടും. Big എന്താണ്? party time. എന്താണ് ജ്യോതി ഒരു ക്ഷീണമൊക്കെ? എപ്പിസോഡ് തീർന്നു എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ ക്ഷീണം. പോണെന്നില്ല. ജ്യോതി വരൂ. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമുക്കൊരു പാട്ട്, ഒരു ഉഗ്രൻ പാട്ട് പാടി തന്നു അല്ലേ? അതെ. അപ്പോ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയതുകൊണ്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു പാട്ട് കൂടെ പാടാൻ പറയും. ഇത് ശരിയല്ല കേട്ടോ. പെട്ടെന്ന് അല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെറുതെ ഒരു പാട്ട് 4 വരി പാടാം എന്ന് പറഞ്ഞപ്പോ പാട്ട് കേട്ടപ്പോ നമ്മൾ ഞെട്ടിപ്പോയി. അത്ര അടിപൊളിയായിട്ടാണ് പാടിയത്. അപ്പൊ ഇനി പിന്നെ പാട്ട് പാടിക്കാതെ വിട്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ നമ്മളെ തല്ലും. അതെ. അതാണ് പ്രശ്നം. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കെടാതിൻ നാളമേ നാളമേ പാടൂ നീ നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി.